നിങ്ങളെ വഴിപിഴപ്പിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ നിങ്ങൾ വഴിപ്പെടരുതേ. അൽഅഖില്ലഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ് ഇല്ലൽ മുത്തഖീൻ. അല്ലാഹ് പറഞ്ഞില്ലേ, സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുവാകുന്നൊരു ദിവസമുണ്ട്, സുഹൃത്തുക്കള് ശത്രുക്കളാകുന്നൊരു ദിവസമുണ്ട്. എല്ലാ സുഹൃത്തുക്കളും അന്ന് ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹ്ക്ക് ഭക്തിയോടെ പടച്ചവനെ അനുസരിച്ച് ജീവിച്ചവരൊഴികെ അവർക്കവരെ സൗഹൃദ ബന്ധം സന്തോഷത്തിനാണ്, നല്ലതിനാണ്. നേരെ മറിച്ച് തഖ്വയില്ലാതെ ജീവിച്ചവന്റെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ അവനെ തെറ്റിലേക്ക് നയിച്ചതാണ്. ഒരിക്കലും തന്നെ കഞ്ചാവ് വലിക്കാത്ത കുട്ടിയെ, ഒരിക്കലും കള്ളു കുടിക്കാത്ത കുട്ടിയെ മദ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളില്ലേ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവല്ലേ അത്? അവന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്നവനല്ലേ അത്? ചോദിക്കട്ടെ, മദ്യമെന്ന് പറയുന്ന വിപത്ത്, അതേ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയൊരു വിപത്ത് പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്, സർവ്വ അങ്ങാടികളിലും സർവ്വ സ്ഥലങ്ങളിലും മദ്യപാനം വർദ്ധിച്ചില്ലേ? കല്യാണ വീട്ടിൽ പോലും മദ്യം വിളമ്പണമെന്ന ചിന്തയിലേക്ക് മനുഷ്യന്മാര് പലരും എത്തിയില്ലേ? പ്ലെയിനിൽ പറക്കുന്ന സമയത്ത് പോലും അതാ കള്ളു കുടിക്കാൻ ഒരുങ്ങുന്നവരില്ലേ? ചോദിക്കട്ടെ, കരളിന് രോഗം അതിൻ്റെതായ ഫലമല്ലേ? കരളിന്റെ രോഗം സമ്മാനിക്കുന്ന, ക്യാൻസർ രോഗം സമ്മാനിക്കുന്ന, ശരീരം നശിച്ചു പോകുന്ന, ബുദ്ധി നശിച്ചു പോകുന്ന ഇത്ര വലിയ വിപത്തുള്ളൊരു സാധനം വേറെയുണ്ടോ? ചോദിക്കട്ടെ, മനുഷ്യന്റെ ബുദ്ധിയുടെ പവർ എത്രയാണ്? ബുദ്ധിക്കല്ലേ ഏറ്റവും വലിയ പവർ? ചോദിക്കട്ടെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അതേ അദ്ദേഹത്തിന്റെ ബുദ്ധി അങ്ങ് നീങ്ങിപ്പോയാൽ പിന്നെ പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? രാഷ്ട്രപതിയാകാൻ പറ്റുമോ? ഒരു മിനിറ്റ് പറ്റുമോ? സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ബുദ്ധി നീങ്ങിയാൽ പിന്നെ ജഡ്ജിയാകാൻ പറ്റുമോ? അപ്പൊ ബുദ്ധിയല്ലേ ഏറ്റവും മുന്തിയ വസ്തു. ആ ബുദ്ധി നീക്കിക്കളയുന്ന കള്ളിലേക്ക് മനുഷ്യരെങ്ങനെ പോകുന്നു? ലഹരിയിലേക്ക് മനുഷ്യരെങ്ങനെ പോകുന്നു? ഒന്നുകൂടി ചോദിക്കട്ടെ, ലഹരി നജസല്ലേ? കാട്ടത്തേക്കാൾ